അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്നാസലും എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, വാട്സപ്പിൽ സ്റ്റാറ്റസായി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയും നമുക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. അദ്ദറസു സാമിനു പാഠം 8 അൽ ഹിജ്റത്തു ഇലൽ മദീന, മദീനയിലേക്കുള്ള ഹിജ്റ. ഖുറൈശികൾ വിശ്വാസികളോടുള്ള ഉപദ്രവങ്ങൾക്ക് ശക്തി കൂട്ടി. അപ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോകാൻ മുസ്ലിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. വീടും നാടും സമ്പത്തും ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് അവർ ഹിജ്റ പോയി. ഒറ്റയ്ക്കും ചെറു സംഘങ്ങളായും രഹസ്യമായിട്ടാണ് അവർ ഹിജ്റ യാത്ര ചെയ്തത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ വെല്ലുവിളിച്ച് പരസ്യമായി പുറപ്പെട്ടു. അദ്ദേഹത്തെ തടയാൻ ഒരാൾക്കും ധൈര്യമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ഏതാനും ബലഹീനരും മാത്രമാണ് മക്കയിൽ അവശേഷിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കാൻ കാത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയാൽ ഇസ്ലാമിൻ്റെ വളർച്ച പൂർണ്ണമാകുമെന്ന് ഖുറൈശികൾ ഭയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടയുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാൻ ദാറുൻ നദ്വയിൽ അവർ യോഗം ചേർന്നു. മദീനയിലെത്തിയ മുസ്ലിങ്ങൾ സുരക്ഷിതരും നിർഭയരുമാണെന്നറിഞ്ഞപ്പോൾ അവരുടെ അമർഷം ശക്തമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ അവർ ഗൂഢാലോചന തുടങ്ങി. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാറു വല്ലദീന തബഊഹും ബിഇഹ്സാനി റളിയല്ലാഹു അൻഹും വറളു അൻഹു. മുഹാജിറുകളും അൻസാറുകളുമായി ആദ്യം മുന്നോട്ട് വന്നവരും നന്മയിൽ അവരെ അനുഗമിച്ചവരും അള്ളാഹു അവരിലും അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്താണെന്ന് മനസ്സിലായോ? ആരാണ് മുഹാജിറുകൾ? മുഹാജിറുകളെന്ന് വെച്ചാൽ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു പോയവരാണ് മുഹാജിറുകൾ. അൻസാറുകൾ ആരാണ്? ഈ ഹിജ്റ ചെയ്ത് ചെന്നവരെ അവർക്ക് അഭയസ്ഥാനം നൽകി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തവരാണ് അൻസാറുകൾ, അല്ലേ? അവർ പുതിയ ആൾക്കാരല്ലേ ആ നാട്ടിൽ. അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലം വേണം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്, അല്ലേ? അപ്പോൾ അതിന് അവിടുത്തെ ജനങ്ങളുടെ സഹായം ആവശ്യമാണ്. അങ്ങനെ ഈ വന്ന ആൾക്കാരെ സഹായിച്ചവരാണ് ഈ അൻസാറുകൾ. അപ്പോൾ മുഹാജിറുകളും അൻസാറുകളും അള്ളാഹു തആലയിലും അള്ളാഹു അവരിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ നേരത്തെ വായിച്ചല്ലേ. ഹിജ്റ പോകുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഖുറൈശികളുടെ യോഗം ദാറുൻ നദ്വയിൽ തുടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ വധിക്കണമെന്ന ചർച്ച പുരോഗമിക്കുന്നു. അബൂജഹൽ പറഞ്ഞു, എല്ലാ പ്രധാന ഗോത്രങ്ങളിൽ നിന്നും കരുത്തരായ യുവാക്കളുടെ ഒരു സംഘം വീട് വളഞ്ഞ് മുഹമ്മദ് പുറത്തു വരുമ്പോൾ ഒന്നിച്ച് വെട്ടിക്കൊലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. എന്നാലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ ഇത്രയും സംരക്ഷണത്തിൽ നിൽക്കുന്ന ഒരു ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലേ? ആ നബി തങ്ങളെ ഒരു സംഘം ആൾക്കാർ ചേർന്ന് വീട് വളഞ്ഞ് നബി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുമിച്ച് വെട്ടിക്കൊലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. നടക്കുന്ന കാര്യം വല്ലതും ആണോ? അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിജ്റ പോകാൻ അല്ലാഹു തആല അനുവാദം നൽകി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിക്കുകയും യാത്രാ ഒരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്ന് രാത്രി ഖുറൈശി യുവാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. നബി തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് ഖുറൈശികൾ എന്താ ചെയ്ത്? ഒരു പറ്റം യുവാക്കളെ ചുമതലപ്പെടുത്തി, അല്ലേ? വീട് വളഞ്ഞ് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാലോ നബി സല്ലല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം നൽകി. ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അറിയുന്നില്ല നബി തങ്ങൾക്ക് ഈ പുറത്തുള്ളവരുടെ വിവരങ്ങൾ നേരത്തെ കൂട്ടി തന്നെ കിട്ടുമെന്ന്, അല്ലേ? അത് വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ മൂടിപ്പുതച്ച് കിടത്തി. അങ്ങനെയാണ് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? ഖുറൈശികളെ പറ്റിക്കാൻ ശ്രമിച്ചല്ലേ? ഖുറൈശികൾക്കിട്ടൊരു പണി കൊടുക്കാം. എങ്ങനെയാണ് പണി കൊടുത്തത് നബി തങ്ങൾ?
അപ്പോൾ തൻ്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ മൂടിപ്പുതച്ച് കിടത്തി. അപ്പോൾ ഖുറൈശികൾ കാണുമ്പോൾ എന്ത് തോന്നും? നബി തങ്ങൾ അവിടെ തന്നെ കിടപ്പുണ്ട് അല്ലേ? അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അകത്തുണ്ടെന്ന് ശത്രുക്കൾ ഉറപ്പിച്ചു. എപ്പോഴും അവരിങ്ങനെ വന്ന് നോക്കും, നബി തങ്ങളുടെ വിരിപ്പിൽ ആളുണ്ട്, അപ്പം നബി തങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ വിചാരിച്ചത്. അത് കണ്ടപ്പോൾ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിടയിലൂടെ പുറത്തിറങ്ങി. യാസീൻ സൂറത്തിൻ്റെ തുടക്കം മുതൽ ഫഅഗ്ശീനാഹും ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതി കയ്യിലുണ്ടായിരുന്ന ഒരു പിടി മണ്ണ് അവരുടെ നേരെ വിതറിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുന്നിലൂടെ കടന്നുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുന്നിലൂടെ കടന്നുപോയത് അവർക്ക് നബി തങ്ങളെ കാണാനേ കഴിഞ്ഞില്ല. അപ്പോൾ യാസീൻ സൂറത്തിൻ്റെ ആയത്ത് ഓതി അവരുടെ മുന്നിലേക്ക് എന്ത് ചെയ്തു? ഒരു പിടി മണ്ണ് എറിഞ്ഞു അല്ലേ, വാരി വിതറി. അപ്പോൾ അവർക്ക് എന്താ പറ്റി? നബി തങ്ങൾ ഫ്രണ്ടിലൂടെ നടന്നു പോയിട്ടും അവർക്ക് കാണാൻ പറ്റിയില്ല. അവരെല്ലാം അതിഭ്രമത്തിലായിപ്പോയി അല്ലേ? അവരെല്ലാം മയങ്ങിയ അവസ്ഥയിലായിപ്പോയി. അവർ എപ്പോഴും നോക്കി നോക്കി ഉറപ്പിച്ചുകൊണ്ടിരിക്കുക, വിരിപ്പിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അത് നബി തങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനുള്ളിൽ ആരാ കിടക്കുന്നതെന്ന് ഇവർക്കറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ നബി തങ്ങൾ അവിടെ ഉണ്ട്. നബി തങ്ങളാണെങ്കിലോ അവരുടെ മുന്നിൽ കൂടെ തന്നെ പുറത്തു പോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഒന്നിച്ച് സൗർ ഗുഹയിലെത്തി. 3 ദിവസം ആ ഗുഹയിൽ കഴിഞ്ഞുകൂടി. പിന്നെ മദീനയിലേക്ക് യാത്രയായി. ശത്രുക്കൾ കഠിനമായ തിരച്ചിൽ നടത്തിയെങ്കിലും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടെത്താനായില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാഹത്തിൽ വുജൂഹു ഫഅഅമ അബ്സ്വാറഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഖങ്ങൾ വികൃതമാകട്ടെ, അപ്പോൾ അവരുടെ കണ്ണുകൾ അന്ധമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞത്. ഖുറൈശി യുവാക്കളെ പറ്റിച്ചുകൊണ്ട് നബി തങ്ങൾ എത്തേണ്ടടുത്ത് എത്തി അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. 1. ഉത്തരം എഴുതുക. മദീനക്കാരുടെ ലക്ഷ്യമായ ഖുറൈശികൾ മനസ്സിലാക്കിയത് എന്ത്? എന്താണ് മദീനക്കാരുടെ ലക്ഷ്യമായി ഖുറൈശികൾ മനസ്സിലാക്കിയത്? ഇസ്ലാമിൻ്റെ പൂർണ്ണമായ വളർച്ച അല്ലേ? 2. മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എങ്ങനെയായിരുന്നു? വീടും നാടും സമ്പത്തും ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് അവർ ഹിജ്റ പോയി. ഒറ്റയ്ക്കും ചെറു സംഘങ്ങളായും രഹസ്യമായിട്ടാണ് അവർ ഹിജ്റ യാത്ര ചെയ്തത് അല്ലേ? അടുത്തത്, ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയത് എങ്ങനെ? രഹസ്യമായിട്ടായിരുന്നു മറ്റുള്ള ആൾക്കാർ യാത്ര ചെയ്തത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ വെല്ലുവിളിച്ച് പരസ്യമായി പുറപ്പെട്ടു. അദ്ദേഹത്തെ എതിർക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു അല്ലേ? അടുത്തത്, ഖുറൈശികൾ യോഗം ചേർന്നത് എവിടെയായിരുന്നു ഖുറൈശികൾ യോഗം ചേർന്നത്? ദാറുൻ നദ്വയിലായിരുന്നു അല്ലേ? അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ അബൂജഹലിൻ്റെ നിർദ്ദേശം എന്ത്? നബി തങ്ങളെ എങ്ങനെ വധിക്കാമെന്നായിരുന്നു അബൂജഹൽ പറഞ്ഞത്? എല്ലാ പ്രധാന ഗോത്രങ്ങളിൽ നിന്നും കരുത്തരായ യുവാക്കളുടെ ഒരു സംഘം വീട് വളഞ്ഞ് മുഹമ്മദ് പുറത്തു വരുമ്പോൾ ഒന്നിച്ച് വെട്ടിക്കൊലപ്പെടുത്തണമെന്നാണ് തീരുമാനിച്ചത്. അടുത്ത് നോക്ക്. 6. ഹിജ്റ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ കിടന്നത് ആരെയാണ് നബി തങ്ങൾ വിരിപ്പിൽ മൂടിപ്പുതച്ച് കിടത്തിയത്? ആരെയായിരുന്നു? അലി റളിയല്ലാഹു അൻഹുവിനെയാണ് മൂടിപ്പുതച്ച് കിടത്തിയത്. അടുത്തത്, ഹിജ്റ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുകൂടിയ ഗുഹ ഏത് ഗുഹയിലായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് സൗർ ഗുഹയിലാണ് കഴിഞ്ഞത്. അടുത്തത്, പൂരിപ്പിക്കുക. സൂറത്ത് യാസീൻ തുടക്കം മുതൽ ഡാഷ് വരെ ഓതി. എവിടം വരെയാണ്? ഫഅഗ്ശീനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്ത് വരെയാണ് ഓതിയത്. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് വയ്ക്കാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഇനി പറയണോ പ്രത്യേകിച്ച്? എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് 9ാമത്തെ പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.